കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കാർത്തികയോട് ദിലീപ് പറഞ്ഞു, അതെ നമ്മൾ അങ്ങനെ പേടിച്ചു മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം സമയം കാണുള്ളൂ. ആ ഗംഗാപ്രസാദിനെ പേടിച്ച് നമ്മൾ ഓടേണ്ട കാര്യമൊന്നുമില്ല. അവനെ പേടിച്ചിട്ട് നമ്മൾ പോവേണ്ട സ്ഥലങ്ങളിലൊക്കെ പോവാതിരുന്നിട്ടും കാര്യമില്ല. നമുക്ക് വിരുന്നിന് പോകേണ്ട കുറച്ച് വീടുകളിലൊക്കെ അവിടെ പോകുക തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, എനിക്ക് എന്റെ വീട്ടിൽ പോകണം. അതാ പറഞ്ഞത്. അവൻ എന്തേലും ചെയ്യുമെന്ന് ഭയന്ന് നമ്മൾ വീട്ടിൽ കയറി ഒളിച്ചിരിക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമാണോ? നമ്മൾ അങ്ങനെ ഒളിച്ചിരുന്നിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കാർത്തി പറഞ്ഞു, എനിക്കെന്തോ ഇപ്പൊ ഒരു ധൈര്യമൊക്കെ തോന്നണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു, എന്റെ അമ്മയുടെ കാര്യം അറിയാലോ. എന്റെ അമ്മയ്ക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് നല്ല ധൈര്യമാ. കാരണം അവൻ നേരിട്ട് വന്നാലും അമ്മ അവനെ കൊല്ലണമെന്നും പറഞ്ഞ് നടക്കുക. എന്റെ അച്ഛനെ ഇല്ലാതാക്കിയവനല്ലേ ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടില്ല അവൻ അത്രയും വലിയ ക്രൂരത ചെയ്തേ. അപ്പൊ അവനെ വെറുതെ വിടുവോ? അത്രയ്ക്ക് ദേഷ്യവും സങ്കടവും ഉണ്ട് അമ്മയ്ക്കും. അതുകൊണ്ട് നീ പേടിക്കേണ്ട കാർത്തികെ, എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാം. ഇനി അവന്റെ ഒരു ശല്യം ഉണ്ടാകാൻ പോകുന്നില്ല. അത് കേട്ടപ്പോ കാർത്തിക പറഞ്ഞു, മിക്കവാറും അവൻ അറിഞ്ഞു കാണത്തില്ല എന്റെ വിവാഹം നടന്നത്. അറിഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നേനെന്ന് പറഞ്ഞു. വരട്ടെ, അതിനു വേണ്ടിയാ കാത്തിരിക്കുന്നേ. അവൻ വന്നു കഴിഞ്ഞിട്ട് വേണം, പല കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ ദിലീപും പറയാണ്. ആ സമയത്ത് വീടൊക്കെ ഒന്ന് തൂത്തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അമലു. അപ്പോഴേക്കും കല്യാണി അങ്ങോട്ടേക്ക് വന്നു. കല്യാണി വന്നിട്ട് ചോദിച്ചു, അല്ല വേലൊക്കെ ഇത് എവിടെ പോയതാന്ന് ചോദിച്ചു. എനിക്കറിയില്ല കല്യാണി ചേച്ചി, എവിടെ പോയെന്ന് അറിയത്തില്ല. വേലിച്ചേട്ടനും അതുപോലെ തന്നെ കിരൺ സാറും രതീഷ് ചേട്ടനും ഒക്കെ കൂടി പോയെന്ന് പറഞ്ഞു. അല്ല അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, എങ്ങോട്ടാ എന്താന്നും പറയുന്നില്ലല്ലേ എന്ന് പറഞ്ഞു. അതെ, എങ്ങോട്ടാന്നും പറയുന്നില്ല. അതെ, ഇനിയിപ്പം ഞങ്ങൾ കുറച്ചു ദിവസമായില്ലേ വന്നിട്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരികെ പോയാലോ എന്ന് കരുതുക കല്യാണി ചേച്ചി എന്ന് പറഞ്ഞു. തിരികെ പോകാനോ? അതെ, തിരികെ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്, അതിനുശേഷം നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു. അല്ല അതെന്താ? അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേലുവും രതീഷും കിരണും കൂടെ കയറി വരുവാണ്. കല്യാണി വെച്ച്, നിങ്ങളിത് എവിടെ പോയതായിരുന്നു? ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിക്കാനോ? എന്താ ഇവിടെ ചായ ഇല്ലെന്ന് ചോദിച്ചു. അതെ, തട്ടുകടയിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയതാ. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, വീട്ടിൽ ചായ ഉണ്ടെങ്കിലും തട്ടുകടയിലൊക്കെ പോയി ചായ കുടിച്ചിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു നല്ല രസമുള്ള ഏർപ്പാടാണല്ലോ എന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, ചിലർക്ക് എങ്ങനെയാ, വീട്ടിൽ എത്ര ചായ കിട്ടുമെന്ന് പറഞ്ഞാലും പുറത്ത് പോയി ഒരു ചായ കുടിച്ചാലോ ഒരു സമാധാനം ആവത്തുള്ളെന്ന് പറഞ്ഞു. ആ സമയത്ത് വേലു പറഞ്ഞു, അതെ അതെ, ഇനി ഞങ്ങൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, പോവാനോ? എന്താ ഇത്ര പെട്ടെന്ന്? അല്ല ഇനിയിപ്പം ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, എന്ന് കല്യാണമോ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, തൽക്കാലത്തേക്ക് പോകണ്ട, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതെന്താ? ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ? എന്ത് തീരുമാനങ്ങൾ? അതൊക്കെ ഉണ്ട്, നീ സമാധാനമായിട്ടിരിക്കുക, അതിനുശേഷം മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് അമലി ചോദിച്ചു, അല്ല മുമ്പ് കല്യാണി ചേച്ചി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആണോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ആ തീരുമാനം നടപ്പിലാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് കിരൺ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേ കല്യാണി പറഞ്ഞു, ഞാനും കൂടെ വരാൻ കിരണേട്ടാ. വേണ്ട വേണ്ട, ഞാൻ തനിച്ച് പോയിട്ട് വന്നോളാം, പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം, ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കിരൺ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും കല്യാണിയോട് വേലു ചോദിച്ചു, അല്ല എന്ത് തീരുമാനം ചേച്ചി എടുത്തിരിക്കുന്നത് നിങ്ങൾ? അതെ, അതിനെക്കുറിച്ചൊന്നും ഇപ്പം എന്തായാലും പറയണില്ല എന്നും പറഞ്ഞിട്ട് കല്യാണിയും പോയി. അപ്പോഴേക്കും രതീഷോട് പറഞ്ഞു, അതെ അവരെന്തേലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല തീരുമാനമായിരിക്കും, നിങ്ങൾക്ക് ദോഷം വരുന്ന ഒരു തീരുമാനം എടുക്കത്തില്ല, ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞു. വേലു പറഞ്ഞു, അങ്ങനെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, കല്യാണി ചേച്ചിയും കിരൺ സാറിനെയൊക്കെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയില്ല എന്ന് പറഞ്ഞു. അല്ലേ അമലു എന്ന് ചോദിച്ചു. അമലു പറഞ്ഞു, അതെ. രതീഷ് പറഞ്ഞു, വരുന്ന സമയത്ത് അമലുവിന്റെ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ അമലുവിന്റെ വിഷമമൊക്കെ പാതി കുറഞ്ഞില്ലേന്ന് ചോദിച്ചു. ഇപ്പൊ എനിക്ക് സങ്കടങ്ങളൊന്നുമില്ല, എന്റെ വിഷമം പാതി കുറഞ്ഞു. പിന്നെ ആ ഗംഗാപ്രസാദിനെ അവനെ തീർത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സമാധാനം വന്നേനെന്ന് പറഞ്ഞു. വന്ന കാര്യം സാധിച്ചില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേലു പറഞ്ഞു, അതോർത്ത് നീ ഇനി പേടിക്കണ്ട അമലു, ഇനി ഒരു കാരണവശാലും ഗംഗാപ്രസാദിന്റെ ശല്യം ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ വേലു ഇങ്ങനെ ഉറപ്പ് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് രൂപയും ശാരിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ശാരി പറഞ്ഞു, എന്താണെങ്കിലും ആ പെങ്കൊച്ചിന്റെ കല്യാണം നടന്നല്ലോ, അത് തന്നെ ഒരു നല്ല കാര്യമായിട്ടാ തോന്നുന്നേ. രൂപ പറഞ്ഞു, അതെ കല്യാണമൊക്കെ ഞങ്ങളെ വിളിച്ച, പക്ഷെ പോവാതിരുന്നാന്ന് പറഞ്ഞു. അതെന്താ? അല്ല അധികം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടല്ല കല്യാണം നടത്തുന്നതെന്ന് പറഞ്ഞു, ചെറിയ തോതില, അതുകൊണ്ടാ പിന്നെ പോവാതിരുന്നേ. എല്ലാവരും കൂടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവന് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, അല്ല ഇനി അവന്റെ ശല്യം ഉണ്ടായിരിക്കുവോ? കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കുവോ? സൂക്ഷിക്കണം, കിരണനോടും കല്യാണിയോടൊക്കെ ഒന്ന് പറയണം, സൂക്ഷിക്കാൻ വേണ്ടി പറയണം. അത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു, അതെ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഒരു പക്ഷേങ്കിൽ അവന് വൈരാഗ്യമായിരിക്കും ഇനി ഉണ്ടാവാനായിട്ട് പോകുന്നത്. കാർത്തിയുടെ കല്യാണം നടന്നറിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരൺ അങ്ങോട്ടേക്ക് വരുന്നേ. കിരൺ വന്നു കഴിഞ്ഞപ്പോൾ രൂപ ചോദിച്ചു, എന്താ മോനെ കാര്യങ്ങളൊക്കെ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല,
കാർത്തികയും ദിലീപിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും ഓക്കെയാണ്, അവർക്കിതിനായിട്ട് ഒരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. എന്നാലും മോനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഇനിയിപ്പോ ആ ഗംഗാപ്രസാദിന്റെ ശല്യം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അവൻ ഇവിടെ നിന്ന് നാട് വിട്ട് കാണുമെന്ന് പറഞ്ഞു. നാട് വിടാനോ? അതേന്നെ, കാർത്തികയുടെ കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവന് തോന്നിക്കാണും, അതുകൊണ്ട് അവൻ പോയി കാണും. ശാരി പറഞ്ഞു എന്നാലും സൂക്ഷിക്കണം, നീയും കല്യാണിയും കൂടെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ചിലപ്പം അവനെപ്പോലെ ദുഷ്ടൻ എന്തും ചെയ്യാൻ മടിക്കില്ല. കിരൺ പറഞ്ഞു അവൻ വരുവോന്നോർത്തുള്ള പേടിയായിരിക്കുമല്ലേ? രൂപ പറഞ്ഞു അതെ, അവൻ വരുവോന്നുള്ള പേടിയുണ്ട് അമ്മേ. അവൻ എന്താണല്ലോ ഈ നാട് വിട്ട് കാണുമായിരിക്കും, അവൻ വരാൻ പോകുന്നില്ല. എന്താണെങ്കിലും ഇച്ചിരി പേടിയൊക്കെ ഉള്ള നല്ലതാ, എന്നാലും സാരമില്ല. അവനൊന്നും ഇനി ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ല അച്ഛൻ എന്തെന്ന് ചോദിച്ചു. അച്ഛൻ മുറിയിലുണ്ട്, ഈ വയ്യാത്തോണ്ട് ഇപ്പൊ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. എന്നാ ശരി, ഞാനൊന്ന് അച്ഛനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് ശാരി പറഞ്ഞു കിരണിനാണ് ഒരു പേടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അതെ, അവനിപ്പോ ഒരു പേടിയില്ല, എന്ത് വന്നാലും നേരിടാന്നുള്ള ധൈര്യമാന്ന് പറഞ്ഞു. രൂപ പറഞ്ഞു ഇനിയിപ്പം കല്യാണിക്കും കിരണിനും ഒക്കെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. അവനാണ് നല്ല ദേഷ്യത്തിലായിരിക്കും. കാർത്തികയുടെ കല്യാണം കൂടെ നടന്നില്ലേ? ശാരി പറഞ്ഞു ചിലപ്പോൾ കല്യാണം നടന്നു കഴിയുമ്പം അവനൊന്ന് പതറി കാണുമായിരിക്കും. അവനൊരിക്കും പ്രതീക്ഷിക്കാത്ത കാര്യമല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ കിരൺ പറഞ്ഞ പോലെ അവനെങ്ങോട്ടേലും ഓടിപ്പോയെന്നും പറയാൻ പറ്റില്ല. രൂപ പറഞ്ഞു എനിക്ക് അത്രയും കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഗംഗാപ്രസാദല്ലേ ആള്, അവനങ്ങനെ പോകുന്നവനാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് കിരൺ ചന്ദ്രസേന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ചന്ദ്രസേന ചോദിച്ചു എന്താണ് മോനെ കാര്യങ്ങള്? കാർത്തിക മോൾക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു പ്രശ്നമില്ല. അല്ല ആ ഗംഗാപ്രസാദ് അറിഞ്ഞു കാണുവോ അവരുടെ കല്യാണത്തെക്കുറിച്ച്? ഇനി അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ? ആ കാര്യം ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട, ഇനി അവൻ തിരിച്ചു വരത്തില്ല എന്ന് പറയണ. വരത്തില്ലാന്നോ? നീ എന്തൊക്കെയാ പറയണേ? അച്ഛ അവന്റെ കഥ കഴിഞ്ഞെന്ന് പതുക്കെ പറയണ. കഥ കഴിഞ്ഞെന്നോ? അതെ, ഞാൻ അവനെ കൊന്നെന്ന് പറയണ. ഇത് കേട്ടപ്പോ ചന്ദ്രസേന ഒന്ന് ഞെട്ടി. നീ എന്തൊക്കെയാടാ കിരണെ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. അച്ഛാ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിന് അങ്ങോട്ടേക്ക് അവൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ അവനെ തല്ലിച്ചതച്ചു. പിന്നെ ഇത്തിരി സമയത്തേന് അവനെ കണ്ടില്ല, അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. പിന്നീട് കാണുമ്പോൾ അവൻ മരിച്ചു കിടക്കുന്ന ഞാൻ കാണുന്നേ. മരിച്ചു കിടക്കുന്നോ? അതെ, എന്റെ തല്ലുകൊണ്ട് വേച്ച് വെച്ച് വരുന്ന വഴിക്ക് എങ്ങാണ്ട് അവൻ അവിടെ തട്ടി എങ്ങാണ്ട് വീണ് തലയിടിച്ചു. അവന്റെ തലയിലൊരു മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ടോ ആ ബോഡി എന്ത് ചെയ്തു? എന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് ഞാൻ കുഴിച്ചിട്ടു. വേലും രതീഷും കൂടെ കൂടിയ കുഴിയെടുത്ത്, നല്ല ആഴത്തുള്ളൊരു കുഴിയെടുത്ത് അതിനകത്ത് മൂടിയിട്ടു. അതിന് മീതെ ഒരു തെങ്ങും വെച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രസേനൻ പറഞ്ഞു അതെ, സന്തോഷമുള്ളൊരു വാർത്ത തന്നെ കേട്ടിരിക്കുന്നേ, പക്ഷേങ്കിൽ സൂക്ഷിക്കണം. അതെന്താ? അല്ല ഇനി വല്ലേ പോലീസുകാരെ മറ്റേ അന്വേഷിച്ചോ? അവനെ കുറിച്ചൊന്നും ആരെ അന്വേഷിച്ചു വരാനായിട്ടാ? പിന്നെ അവന്റെ കുറച്ച് ശിങ്കിടികളൊക്കെ പുറത്തുണ്ട്. അല്ല അവരെന്തേലും അവര് വരാൻ വഴിയില്ല. പിന്നെ ഒരുത്തി ഉണ്ടല്ലോ ജയിലിൽ കിടപ്പ്, അവൻ സ്നേഹിക്കുന്നവള്, അവൾ എങ്ങാനും പുറത്ത് വന്നിട്ട് ഇനി അവനെ കാണുന്നില്ലെന്നും പറഞ്ഞിട്ട് വല്ല പരാതി കൊടുത്താലായി. അല്ല ഈ പറയുന്ന അവന് ദുഷ്ടനായിരുന്നല്ലോ, പിടികിട്ടാപ്പുളി ആയിരുന്നല്ലോ, പോലീസിനും തലവേദന ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. ചന്ദ്രസേനൻ പറഞ്ഞു അതെ, അവനെ പോലുള്ള ഒരുത്തിനും ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു അതുകൊണ്ട് അച്ഛ അവന്റെ കഥ ഞാൻ കഴിച്ചത്. ഇനി എന്താണെങ്കിൽ അവൻ വരാനായിട്ട് പോകുന്നില്ല. പിന്നെ ഈ കാര്യങ്ങളൊന്നും കല്യാണിയോടും അമ്മയോടൊന്നും പറഞ്ഞില്ല. താഴെ ശാരിയാൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറയാതിരുന്നേ. മോനെ തൽക്കാലത്തേക്ക് നീ ആരോടും ഇതിനെക്കുറിച്ച് പറയാനൊന്നും പോണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇനി ആരും അറിയണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അത് ശരിയാ അച്ഛാ, കാരണം അവൻ തീർന്നല്ലോ, ഇനിയിപ്പോൾ അവന്റെ ശല്യം ഉണ്ടാകത്തില്ല. കാർത്തികയ്ക്കും ദിലീപിനും നല്ലൊരു ജീവിതം ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവനെ അങ്ങ് തീർത്തത്. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഭീഷണിയായിരിക്കും. കല്യാണം മുടങ്ങാൻ വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തതെന്ന് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോഴേക്കും ചന്ദ്രസേനൻ പറഞ്ഞു നീ ഒരു നല്ല കാര്യം തന്നെയാടാ മോനെ ചെയ്തേന്നൊക്കെ പറയാണ്. ഇതേ സമയത്ത് ഗംഗാപ്രസാദിന്റെ ശിങ്കിടികൾ ഉണ്ടായിരുന്നു. അവന്മാര് ഗംഗയെ കാണാതെ ഒന്നും ചെയ്യപ്പത്തിന് ആകെപ്പാടെ ടെൻഷനായിപ്പോയി അവന്മാർക്ക്. ഒരുത്തൻ പറഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതുവരെയായിട്ട് അവൻ വന്നില്ലല്ലോ എന്ന് പറയണം. ഇനി എങ്ങാനും പിടികൂടി അവനെ, പിടി കൂടിയിട്ടുണ്ടെങ്കിൽ പോലീസുകാരെ കൊണ്ടുപോയില്ലേ, നമ്മളറിയത്തില്ലെന്ന് ചോദിച്ചു. അതെ, ഇനിയിപ്പോൾ ആ കിരണിന്റെ കയ്യിലെങ്ങാനും പെട്ട് കാണുമോ? അല്ലായിരുന്നെങ്കിൽ അവൻ വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ അവനിനി പുറത്തു വരാൻ പറ്റില്ല. അവൻ എന്തെങ്കിലും സംഭവിച്ചു എന്നും അറിയത്തില്ലോ. എടാ അവന്റെ പെണ്ണ് ജയിലിലുണ്ട്, അവള് പുറത്തിറങ്ങി വരും, നമ്മളെന്താ അവളോട് പറയേണ്ടത്? അവനെ കാണുന്നില്ലെന്നോ, അവൾക്ക് സഹിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. എടാ നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് നോക്കാം, എന്താണെങ്കിലും അവൻ ചിലപ്പോൾ തിരികെ വരുമായിരിക്കും. അല്ല അവൻ എന്തെങ്കിലും സംഭവിച്ചു കാണൂടാ. എന്ത് സംഭവിക്കാനായിട്ട്? ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, അവള് വരട്ടെ, അവളും കൂടെ വന്നിട്ട് അവൻ വന്നില്ലെങ്കിൽ നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാം എന്നൊക്കെ അവർ പരസ്പരം പറയുവാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കല്യാണി എന്ത് ചെയ്തു, ഒരു ജ്വല്ലറി ബോക്സ് ഒക്കെ ആയിട്ട് അവളുടെ അടുത്തേക്ക് എല്ലുവാണ്. ഭാനുമതി മുത്തശ്ശൻ കാദംബരിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് തുറന്ന് കാണിക്കുകയാണ്. ഇതെന്താ ചേച്ചിന്ന് ചോദിച്ചു. നോക്ക്, ഇഷ്ടപ്പെട്ടോന്ന് നോക്ക്. അല്ല ഇതൊക്കെ എന്തിനാ എനിക്ക് എഴുന്നേ? അപ്പോഴേക്കും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു കണ്ടില്ലേ, ഇത് മോൾക്ക് വേണ്ടിയിട്ട് ഇവള് വാങ്ങിയതാന്ന് പറയണ. കാര്യം പറഞ്ഞാൽ സ്വർണത്തിനൊക്കെ തീ പിടിച്ച വിലയാ, പക്ഷെ കല്യാണി മോളുടെ സ്വഭാവം അങ്ങനെയാ,
അവളെല്ലാവർക്കും വാരിക്കോരി കൊടുക്കും. അതുകൊണ്ടാണല്ലോ കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു വിഹിതം അവിടെയുള്ള സ്റ്റാഫിനും കൊടുക്കണേന്ന് പറഞ്ഞു. കാദംബരി പറഞ്ഞു അത് ശരിയാ. എന്താ അമലു, നിന്റെ മോഹം എന്താ തെളിഞ്ഞില്ല എന്ന് ചോദിച്ചു. അമലു പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട, ഞാനൊന്നും ആഗ്രഹിച്ചല്ല ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാദംബരി പറഞ്ഞു സ്വർണം കിട്ടിയിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളുടെ മോഹം തെളിയുന്ന എന്റെ ഉൾപ്പെടെ, എന്നിട്ടാണോ നീ ഇത് വേണ്ടെന്ന് പറയണേ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലാന്ന്. കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്റെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും വരുന്നു. കല്യാണി പറഞ്ഞു അതൊക്കെ പോട്ടെ, ഇത് നിനക്ക് വേണ്ടി ഞാൻ തരുന്ന, ഇത് നിനക്കൊള്ളാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഭാനുമതി മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ, അതെ നമുക്ക് സന്തോഷിക്കണം. കാരണം നമ്മുടെ ഈ ജന്മത്തില് നമുക്കത് മാത്രമല്ലേ പറ്റുള്ളൂ. നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്ര നമ്മൾ ഈ ഭൂമിയിൽ സന്തോഷിക്കണം എന്ന് പറയണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മോള് വന്നു കഴിഞ്ഞപ്പോൾ മോളുടെ മുഖത്ത് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ഒരു സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു ഇനിയിപ്പോ വേറൊന്നും കുറിച്ച് ആലോചിക്കണ്ട, അധികം വൈകാതെ ഞങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ട്, അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ കുടിയിലേക്ക് തിരികെ പോയാൽ മതി എന്ന് പറഞ്ഞു. അമലുവിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഇതേ സമയത്ത് കിരൺ കുറേ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് നേരെ വേലുവിൻ്റെ അടുത്തേക്ക് ഇല്ലണം. വേലുവിനോട് പറഞ്ഞു എടാ ഇത് നിനക്കുള്ള കുറേ ഡ്രസ്സാന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തിനാ കിരൺ സാറേ എന്ന് ചോദിച്ചു. അതെ ഇതൊക്കെ നിനക്ക് വേണം, 3-4 ജോഡി ഉണ്ട്, നീ ഇതൊക്കെ ഇട്ട് നോക്ക്. എന്റെ സാറേ ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെയാണെങ്കിലും കല്യാണി മാഡം അമലുവിനും കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എടാ ഇനിയെങ്കിലും നിന്റെ ഈ മാഡം വിളി ഒന്ന് നിർത്തണമെന്ന് പറഞ്ഞു. അത് പറ്റില്ല സാറേ, കാരണം ഞാൻ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി, അതുകൊണ്ടാ. എടാ നീ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല കല്യാണി. കല്യാണി ഇതേ നിന്നേക്കാളും ഒക്കെ വളരെ താഴ്ന്ന രീതിയിൽ ജീവിച്ചു വന്നൊരു വ്യക്തിയാണ്, അറിയാലോ. അവൾ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഉയരത്തെഴുന്നേറ്റ് വന്നുകൊണ്ട് അവൾക്ക് എല്ലാവരുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് അവളെ എല്ലാവരും ഇങ്ങനെ സഹായിക്കുന്നേ. അതാ നിനക്ക് മനസ്സിലാകത്തെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേലു പറഞ്ഞു അതല്ല, ഇതിനൊക്കെയുള്ള അർഹത എല്ലാം ഉണ്ടാ, ഇനിയിപ്പോ ധൈര്യമായിട്ട് ഇതൊക്കെ ഇടാലോ. നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തില്ലേ. പണ്ട് എൻ്റെ കല്യാണിക്ക് ഒരു ആപത്തുണ്ടാകുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കല്യാണിന്റെ അമ്മയായിരുന്നു. കല്യാണിന്റെ അമ്മയെ തീർത്തവനായിരുന്നു ഈ ഗംഗാപ്രസാദ്. അങ്ങനെയുള്ള അവനെയാണ് നമ്മൾ തീർത്തത്. അപ്പൊ ഇനി ധൈര്യമായിട്ട് നീ ഈ നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞോ, എല്ലാം ഒന്ന് ഇട്ട് നോക്ക് പാകമാകുമെന്ന്. പിന്നെ അതിനുശേഷം നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്ത്? നീ ഇതൊക്കെ ഇട്ടോണ്ട് വാ, അപ്പൊ പറയാന്ന് പറഞ്ഞു. അങ്ങനെ കിരൺ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.